കസേര എവിടെ കണ്ടാലും കോൺഗ്രസുകാർക്ക് ഹാലുള്ളത്. കസേര അവരുടെ ഒരു വീക്ക്നെസ് ആണേ. അതിനി പാർട്ടിക്കുള്ളിലാണെങ്കിലും പൊതുപരിപാടിയിലാണെങ്കിലും ഒരുപോലെയാണ്. ഈ കസേര മോഹം കൊണ്ട് കോൺഗ്രസ് മൊത്തത്തിൽ നേരിട്ടുള്ള പുകിലുകൾ ചില്ലറയൊന്നുമല്ല. ഇപ്പോൾ ഇതാ പുതിയ കസേര ചട്ടം പെരുമാറ്റച്ചട്ടം രൂപീകരിച്ചിരിക്കുകയാണ് KPCC. ഇനി മുതൽ കസേരയിൽ പേരില്ലാത്തവർക്ക് കോൺഗ്രസ് വേദികളിൽ ഇടമുണ്ടാകില്ല എന്നതാണ് പുതിയ ചട്ടം. കോഴിക്കോട് DCCയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഫോട്ടോയിൽ ഇടം പിടിക്കാൻ നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായ സാഹചര്യത്തിലാണ് KPCCയുടെ ഈ നടപടി. MP, MLA, AICC ഭാരവാഹി, KPCC ഭാരവാഹി, DCCC പ്രസിഡന്റ് എന്നിവരിൽ ആരെങ്കിലും അപ്രതീക്ഷിതമായി വേദിയിൽ എത്തുകയാണെങ്കിൽ പരിപാടിയുടെ പ്രസക്തി കണക്കിലെടുത്ത് അവർക്ക് സീറ്റ് നൽകാനും തീരുമാനമുണ്ട്. താഴെത്തട്ട് മുതൽ KPCC തലം വരെയുള്ള മുഴുവൻ പരിപാടികളിലും വേദിയിൽ ഉണ്ടാകേണ്ടവരുടെ പേരുകൾ കസേരകളിൽ പതിക്കണമെന്നാണ് KPCCയുടെ പ്രധാന തീരുമാനം. പേരില്ലാത്തവർ കസേരയുടെ അടുത്തു പോലും പോയി നിൽക്കരുത്. നേതാക്കൾ പോയിട്ട് പേരില്ലാത്ത കരോൾ ഗാന സംഘത്തെ പോലും വേദിയിൽ പരിഗണിക്കുന്നില്ലെന്നും KPCC വ്യക്തമാക്കിയിട്ടുണ്ട്. കസേരയിൽ പേരില്ലാത്തവർ വേദിയിൽ വേണ്ടെന്നും KPCC തീരുമാനമായതോടുകൂടിയാണ് ഈ റിപ്പോർട്ടുകൾ. ഇതു സംബന്ധിച്ച് KPCC ഉടൻ സർക്കുലർ പുറത്തുവിടും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് DCCയിൽ ഉണ്ടായ ഉന്തും തള്ളലിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മുഖപത്രമായ വീക്ഷണം പരാമർശം ഉയർത്തിയിരുന്നു. ഇടിച്ചു കയറിയല്ല മുഖം കാണിക്കേണ്ടത് എന്ന തലക്കെട്ടോട് കൂടിയ മുഖപ്രസംഗത്തിലായിരുന്നു വിമർശനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവർത്തികളാണ് ചിലപ്പോഴെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് വീക്ഷണം വിമർശിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസ്യമാകുന്ന തരത്തിൽ ഇടിച്ചു കയറാൻ മത്സരിക്കുന്നവർ സ്വന്തം നില മറന്നു പ്രവർത്തിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കി മാറ്റുന്ന ഇത്തരം ഏർപ്പാട് ഇനിയെങ്കിലും നമ്മൾ മതിയാക്കണമെന്നും പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല, സംഘാടക മികവ് പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മാത്രമായി ഒതുങ്ങിപ്പോകരുതെന്നും പരിപാടികൾ നല്ല രീതിയിൽ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കാനും സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വീക്ഷണം പ്രതികരിച്ചിരുന്നു. സംസ്ഥാന, ജില്ല, ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത് ഏത് തലത്തിൽപ്പെട്ട പരിപാടികളാണെങ്കിലും പാർട്ടി പരിപാടികളിൽ പ്രോട്ടോകോൾ പാലിക്കുവാൻ നേതാക്കളും അണികളും ബാധ്യസ്ഥരാണെന്നും വീക്ഷണം പറയുന്നുണ്ട്. ഏപ്രിൽ 12-നാണ് കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനം നടന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന നാടമുറിക്കൽ ചടങ്ങിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇടിച്ചു കയറാൻ ശ്രമിച്ചത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ. ഇത്രയ്ക്കൊക്കെ പറഞ്ഞിട്ടും പിന്നെയും ഒരു ഉളുപ്പുമില്ലാതെ ഈ പരിപാടികൾക്കൊക്കെ പോകുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു തരത്തിൽ പറഞ്ഞാൽ നേതാക്കളെ കുറ്റം പറയാനും പറ്റില്ല. ഭരണപക്ഷത്ത് വന്നിട്ട് 4 പേരിൽ അറിയപ്പെടണമെന്ന മോഹം സമീപകാലത്തൊന്നും നടക്കില്ല എന്നവർക്കറിയാം. അപ്പോ പിന്നെ ഇങ്ങനെയെങ്കിലും 4 പേര് അറിയട്ടെ എന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ.